ഗാന്ധിജി പറയുകയുണ്ടായി, നമ്മുടെ നാടിൻ്റെ വനിതകൾ ശരിക്കും നമ്മുടെ ഇന്ത്യ ചരിത്രം എഴുതി പൂർത്തിയാക്കുമ്പോൾ അവരുടെ സേവനത്തെക്കുറിച്ച്, സ്ത്രീകളുടെ സംഭാവനകളെക്കുറിച്ച് പരാമർശിക്കാതെ ഇന്ത്യൻ പോരാട്ടത്തിൻ്റെ ചരിത്രം അപൂർണമായിരിക്കും, അത് എഴുതി പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അവർ ഇന്ത്യക്ക് വേണ്ടി നടത്തിയ ത്യാഗങ്ങൾ, അവിടെ നടത്തിയ കഷ്ടപ്പാടുകൾ എല്ലാം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ 1857 കാലഘട്ടത്തിലെ തന്നെ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി മുന്നോട്ട് വന്ന ഒത്തിരി സ്ത്രീകൾ കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഭീമാബായി ഹോൾക്കർ, റാണി ലക്ഷ്മിബായി, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, അതുപോലെ തന്നെ കിട്ടൂറിലെ ചിന്നമ്മ, ഇവരെല്ലാവരും ധീരതയോടെ പോരാടിയ വനിതകളായിരുന്നു. അത് ഏർലി 19th സെഞ്ച്വറിയിൽ, 19ാം നൂറ്റാണ്ടിന് മുമ്പായിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി മുൻകൈയെടുത്ത് മുന്നോട്ട് വന്ന ഒത്തിരി വനിതകളുണ്ട്. അതിലൊന്ന് സരോജിനി നായിഡു, സരോജിനി നായിഡുവിനെ എടുത്തു പറയുകയാണെങ്കിൽ അവർ INCയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി വന്നത് സരോജിനി നായിഡു ആയിരുന്നു. അതുപോലെ തന്നെ അവർ നമ്മുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്നത്. സ്ത്രീകളെ ഒത്തൊരുമിക്കുകയും നമ്മുടെ നാടിന് വേണ്ടി പൊരുതുകയും ചെയ്ത, അതിനുവേണ്ടി സംഭാവനകൾ ഒത്തിരി ചെയ്ത ആളാണ് സരോജിനി നായിഡു. അതുപോലെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിയാണ്. അതുപോലെ ത്യാഗമായ ജീവിതം നയിച്ച് രാജ്യത്തിന് വേണ്ടി പൊരുതിയ, രാജ്യത്തിൻ്റെ ജനങ്ങളെ ഒത്തൊരുമിച്ച് സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി പൊരുതിയ വനിതയാണ്. അതുപോലെ കമലാദേവി ചതോപാധ്യായ ആൻഡ് മൃദുല സാരാഭായി, AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ, കേരളത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായ ഒരു വനിതയാണവർ. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ടാണ് അവരിവിടെ പോകുന്നത്, ജയിലിൽ പോകുന്നത്. അതുപോലെ അക്കമ്മ ചെറിയാൻ എടുത്തു പറയാൻ നമ്മുടെ കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. അവരുടെ അനുയായികളെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ള എതിർകക്ഷികളോട് പൊരുതിയിട്ട് എൻ്റെ നെഞ്ചിൽ നിങ്ങൾ നിറയൊഴിക്കൂ, എന്നിട്ട് മാത്രമേ എൻ്റെ അനുയായികളെ തൊടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ധീരത കാട്ടിയ, നെഞ്ചി വിരിച്ച് മുന്നോട്ട് വന്ന ഒരു വനിതയായിരുന്നു അക്കമ്മ ചെറിയാൻ. പിന്നെ KK സരസമ്മ ഇൻ കേരള, ഹൻസ മേത്ത, ഉഷ മേത്ത, ബോംബെ. അങ്ങനെ ഒത്തിരി ഇനിയും എടുത്തു പറയേണ്ട ഒത്തിരി വനിതകളുണ്ട്. അതുപോലെ തന്നെ ഐറിഷ് വനിതയായിരുന്ന ആനി ബെസന്റ്, ഹോം റൂൾ പ്രസ്ഥാനമൊക്കെ 1916 കൊണ്ടുവന്ന്, ഗംഗാധര തിലകനുമായി ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം വരാൻ വേണ്ടി മുൻകൈയെടുത്ത ആനി ബെസന്റ്. അവരും എല്ലാം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ മുന്നോട്ട് വന്ന വനിതകളായിരുന്നു. അതുപോലെ നമുക്ക് AV കുട്ടിമാളു അമ്മയെ എടുത്ത് പറയുകയാണെങ്കിൽ അവർ 1926 ഫ്രീഡം മൂവ്മെൻറ്റ്സിൽ നിന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ഹരിജൻ വേണ്ടിയും അന്നത്തെ ജനങ്ങളുടെ അയിത്തവും മറ്റും. AV കുട്ടിമാളു അമ്മയെക്കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രദാസ്മരണീയരായ വനിതകളിൽ ഒരാളാണ് AV കുട്ടിമാളു അമ്മ. തെക്കൻ മലബാറിലെ പൊന്നാനിയിലെ പ്രശസ്തമായ ആനക്കര വടക്കത്ത് തറവാട്ടിലാണ് അവർ 1905 ഏപ്രിൽ 23 ജനിച്ചത്. അതുപോലെ ചെന്നൈയിലെ പെൺകുട്ടികൾക്കുള്ള പ്രസിഡൻസി സ്കൂളായിരുന്നു വിദ്യാഭ്യാസം അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ പ്രായമായ പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുക എന്നത് അന്നത്തെ സമുദായ ആചാരപ്രകാരം സാധാരണഗതിയിൽ വിരളമായതിനാൽ അത്തരം വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചില്ല. മലബാറിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് കോഴിപ്പുറത്ത് മാധവമേനോനാണ് 1928 കുട്ടിമാളുമായി വിവാഹം കഴിച്ചത്. നിരോധനം ലംഘിച്ച് കോഴിക്കോട്ട് ഒരു വമ്പിച്ച സദസ്സിനെ അഭിസംബോധന ചെയ്ത് അതിൻ്റെ പേരിൽ കുറ്റമാരോപിച്ച് കുട്ടിമാളു അമ്മയ്ക്ക് 2 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. കേവലം 2 മാസം പ്രായമുണ്ടായിരുന്ന സ്വന്തം ശിശുവിനോടുകൂടി സ്ത്രീകൾക്കായുള്ള വെല്ലൂർ പ്രസിഡൻസി ജയിലിൽ അവർ തടവ് ശിക്ഷ അനുഭവിച്ചു. പിന്നീട് അവർ മദ്രാസ് നിയമസഭാ അംഗമായി. 1937 INCയുടെ ഹരിജന സമ്മേളനത്തിൽ പങ്കെടുത്തു. 1940 നവംബർ 24 ചൊവ്വയൂരിലെ സത്യാഗ്രഹം അനുഷ്ഠിച്ചതിൻ്റെ പേരിൽ അവരെ 2 വർഷം തടവിന് ശിക്ഷിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വീണ്ടും സ്ത്രീകൾക്കായുള്ള പ്രസിഡൻസി ജയിലിൽ തന്നെ തടവിലാക്കപ്പെട്ടു. അവർ 1944 മോചിതയായത്.
പിന്നെയും അവർ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ മുഴുകി. ഒത്തിരി കോൺഗ്രസിൻ്റെ അധ്യക്ഷ, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിലെല്ലാം അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കുട്ടിമാളു അമ്മയുടെ വേറൊരു പ്രത്യേകത, ഓപ്പ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിച്ച വനിതയാണ് കുട്ടിമാളു അമ്മ. കുട്ടിമാളു അമ്മയെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 1930 സിവിൽ ആജ്ഞ ലംഘന പ്രസ്ഥാനം മുതൽ ഖാദി സ്വദേശി പ്രസ്ഥാനങ്ങളിൽ സജീവ വ്യാപൃതയായ ഒരാളാണ്. എന്ന് മാത്രമല്ല 1931 കോഴിക്കോട്ട് വിദേശ വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളുടെ മുന്നിലുള്ള പിക്കറ്റിങ്ങിൽ വനിതാ വോളണ്ടിയർമാരെ സംഘടിപ്പിച്ച് അവർ സമരത്തെ ആവേശഭരിതമാക്കി. അവരുടെ സംഘടനാശേഷിയും വൈഭവവും പരിഗണിച്ച് കോൺഗ്രസ് നേതൃത്വം 1932 കുട്ടിമാളു അമ്മയെ കേരളത്തിലെ സമര സർവാധിപസ്ഥാനത്ത് അവരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സിവിൽ ഒബീഡിയൻ മൂവ്മെൻറ്റിൽ പങ്കെടുത്തവർ ജയിലിലായല്ലോ. അതിനുശേഷം കുട്ടിമാളു അമ്മ എന്ത് ചെയ്തു, ഫൗണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ആൾ കേരള വുമൺസ് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവർ ഫൗണ്ട് ചെയ്തു. അതുപോലെ എടുത്ത് പറയുന്നത് മൃദുല സാരാഭായ് ഗാന്ധിജിയുടെ ആദർശങ്ങളോട്, അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ ഫേസിനോട് നേരിട്ട് അദ്ദേഹത്തിലേക്ക് സ്വാധീനിച്ച് വന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെയും സാരഥികളായിരുന്ന അലി സഹോദരന്മാരുടെ മാതാവാണ് ഭൈ അമ്മ എന്ന് വെച്ചാൽ ഭായി അമ്മ ബാദി ബാനോ ബീഗം. അവരും ഈ കാലഘട്ടത്തിൽ പുരുഷാധിപത്യത്തിന് എതിരായിട്ട് തന്നെ അവരും നിലകൊണ്ടു. ജയിൽ ജീവിതങ്ങളും മറ്റെല്ലാം അവരും അനുഭവിച്ച ഒരു ദേശീയ വനിതയായിരുന്നു. അതുപോലെ തന്നെ 1930-33 കാലഘട്ടത്തിലെ ചരിത്രത്തിൽ എടുത്തു പറയപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് ഹിസ്റ്റോറിക്കൽ ദണ്ഡി മാർച്ചൊക്കെ. ഈ ദണ്ഡി മാർച്ച് സബർമതി ആശ്രമത്തിൽ നിന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും ഈ സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കമലാദേവി ചതോപാധ്യായ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ സൂററ്റിലാണ് അവരുടെ മൂവ്മെൻറ്റ്സുകളെല്ലാം നടന്നത്. അതുപോലെ ഗാന്ധിയുമായി ചേർന്ന് അവർ സ്ട്രഗിളുകളിൽ പങ്കെടുക്കുകയും മറ്റുള്ള സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരികയും ഈ നമ്മുടെ ദേശീയത്തിന് വേണ്ടി പൊരുതാൻ പ്രാപ്തമാക്കുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ അതുപോലെ തന്നെ അവരുടെ അയിത്തം തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മയുള്ള അങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെ പൊരുതാൻ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രാപ്തയാക്കിയവരിൽ പ്രധാനിയാണ് ഇവരെല്ലാം. അതുപോലെ പ്രീതിലത വഡോക്കറയുടെ സംഭവം എന്ന് പറയുന്നത് പട്ടികൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല എന്ന അവഹേളനപരമായ ബോർഡ് തൂക്കിയ പഹർത്തലിയിലുള്ള ബ്രിട്ടീഷുകാരുടെ ക്ലബ്ബ് ആക്രമിക്കാൻ സൂര്യസെൻ പദ്ധതി തയ്യാറാക്കുകയും പ്രീതിലതയെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അതിനായി പ്രീതിലത ആയുധം പരിശീലനം പൂർത്തിയാക്കുകയും ആക്രമണ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. 1932 സെപ്റ്റംബർ 23 പ്രീതിലതയുടെ സംഘം യൂറോപ്യൻ ക്ലബ്ബ് ആക്രമിച്ചു. വിപ്ലവകാരികൾ 3 ഗ്രൂപ്പായി തിരിഞ്ഞാണ് ആക്രമിച്ചത്. ഈ ആക്രമണത്തിൻ്റെ പ്രീതിലതയ്ക്ക് വെടിയേക്കുകയും ഒളിത്താവളം ബ്രിട്ടീഷുകാർ വളഞ്ഞപ്പോൾ അവർ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി സ്വയം സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയുമാണ് പ്രീതിലത വഡോക്കർ ചെയ്തത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ആളാണ് ബീനാദാസ്. 1932 ഫെബ്രുവരി 6 കൊൽക്കത്ത സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെത്തിയ ബംഗാൾ ഗവർണർ സ്റ്റാൻലി ജാക്സനെ വധിക്കാൻ ബീന ശ്രമിച്ചു. 5 പ്രാവശ്യം നിറയൊഴിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് 9 വർഷത്തെ കഠിന തടവിന് വിധിക്കപ്പെട്ടു. ഈ വധശ്രമം അവരെ അഗ്നികന്യ എന്ന വിശേഷണത്തിന് ഉടമയാക്കി. അപ്പോൾ ഒത്തിരി സ്ത്രീകൾ നമ്മളെ ഇന്ത്യക്ക് വേണ്ടി പൊരുതിയത് എത്രത്തോളമാണെന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒത്തിരി പേരുണ്ട്. പിന്നെ അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന അരുണ ആസിഫ് അലി അവരുടെ ഇതും പങ്കും വളരെ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ തേബാഗ സമരത്തിലും അതുപോലെ
എന്താണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന് INA രൂപീകരിച്ച സമയത്ത് സ്ത്രീകൾക്കായിട്ട് ഒരു ആർമി അദ്ദേഹം രൂപീകരിച്ചിരുന്നു. ആ ആർമിയെ ഡിസൈഡ് ചെയ്ത് വുമൺസ് റെജിമെൻറ്റ് നമ്മുടെ റാണി ഓഫ് ദ ഝാൻസി റെജിമെൻ്റ് എന്നാണ് അറിയപ്പെട്ടത്. അതിലെ കമാൻഡിങ് ഓഫീസറായി ഡോക്ടർ ലക്ഷ്മി സൈഗാൾ, ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് അറിയപ്പെടുന്നു. അവരെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റെജിമെൻറ്റിൻ്റെ കമാൻഡിങ് ഓഫീസറായി അവർ നിയമിതയായി. ഈ സമയത്താണ് അവർ INAയിലെ സജീവാംഗമായിരുന്ന പ്രേംകുമാർ സൈഗാളുമായി പരിചയപ്പെടാനിടയായതും ആ സൗഹൃദത്തിന് തുടർച്ച ആരോപണം എന്ന കാലത്ത് അവർ വിവാഹിതരാകുകയും ചെയ്തത്. ജയിൽ മോചിതയായ ക്യാപ്റ്റൻ ലക്ഷ്മി 1946 ഇന്ത്യയിൽ തിരിച്ചെത്തുകയും പിറ്റേ വർഷം ലാഹോറിൽ വെച്ച് പ്രേംകുമാർ സൈഗാളും ക്യാപ്റ്റൻ ലക്ഷ്മി വിവാഹിതരായി. ഇതിനിടെ 1945 നടന്ന INA ട്രയലിൽ വിചാരണ ചെയ്യപ്പെട്ട 3 പേരിൽ ഒരാൾ സൈഗാളും ആയിരുന്നു. അതുപോലെ കാൺപൂരിൽ സൈഗാളിന് ജോലി ലഭിച്ചതിനാൽ അവർ അവിടെ താമസമുറപ്പിച്ചു. ഡോക്ടർ ലക്ഷ്മി പാവപ്പെട്ടവർക്കായി ഒരു ആശുപത്രി തുറക്കുകയും ശിഷ്ടകാലം ആതുര സേവനത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. ഒരു ഡോക്ടറും കൂടെ ആയിരുന്നു. 2012 ജൂലൈ 23 കാൺപൂരിലാണ് ക്യാപ്റ്റൻ ലക്ഷ്മി മരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്ത്രീകൾ നയിച്ച സ്വാതന്ത്ര്യ സമരകാലത്ത് നിരവധി സ്ത്രീകൾ ദേശീയ നേതാക്കളായി ഉയർന്നു വരികയും ഈ സ്ത്രീകൾ ഇന്ത്യൻ സ്ത്രീയുടെ അഭിലാഷങ്ങളെ പ്രതിനിധീകരിക്കുകയും മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിൻ്റെ പുരുഷാധിപത്യ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു അത് പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായവർ, അതുപോലെ തന്നെ കസ്തൂർബാ ഗാന്ധി, ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബാ ഗാന്ധി, അങ്ങനെ ഒത്തിരി പേര് 1940 കാലഘട്ടത്തിൽ എല്ലാ സ്ത്രീകളും ഇതിലോട്ട് വരികയും ജാതി മത ഭേദമന്യേ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്തു. എന്നും നമുക്ക് സ്ത്രീകൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ ആയിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ടൊന്ന് പോകാം. വെൻ വാസ് ദ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA ഫോംഡ്? HRA ഫോം ചെയ്തത് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ. വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് HRA? എന്താണ് ഇതിൻ്റെ എയിം? ഹിന്ദുസ്ഥാൻ റിസർച്ച് അസോസിയേഷൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക തന്നെയാണ്. എസ്റ്റാബ്ലിഷ് ദ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഹൂ ഫൗണ്ടഡ് ദ HRA? ആരാണ് HRA ഫൗണ്ട് ചെയ്തത്? എടുത്തു പറയുന്ന 3 വ്യക്തികളാണ് രാംപ്രസാദ് ബിസ്മിൽ, ജോഗീഷ് ചാറ്റർജി ആൻഡ് സജേന്ദ്രനാഥ് സന്യാൾ അറ്റ് കാൺപൂർ. When was what was the കക്കോറി റോബറി കേസ്? കക്കോറി റോബറി കേസ് എന്താണ്? ഹിന്ദുസ്ഥാൻ റിസർച്ച് അസോസിയേഷൻ മെമ്പേഴ്സ് ലോട്ടഡ് ഒഫീഷ്യൽ റെയിൽവേ ക്യാഷ്. റെയിൽവേ സ്റ്റേഷൻ കൊള്ളയടിക്കുകയും മറ്റും ചെയ്തതാണ്. വെൻ വാസ് ദ ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA ഫോംഡ്? HSRA ഫോം ചെയ്തത് എപ്പോൾ? അത് സെപ്റ്റംബർ 1928 HSRA ഫോം ചെയ്തത്. വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് ദി HSRA? എസ്റ്റാബ്ലിഷ് ഓഫ് സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്. അതാണ് HSRAയുടെ എയിം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ സ്വാതന്ത്ര്യം നേടുക, നമ്മൾ ഇന്ത്യയെ റിപ്പബ്ലിക് ആക്കുക, നമുക്കായിട്ട് ഒരു തലവനെ ജനങ്ങൾക്കായിട്ടൊരു തലവനെ തിരഞ്ഞെടുക്കുക, അതിൽ രാജ്യം മുന്നോട്ട് പോവുക എന്നതായിരുന്നു. വാട്ട് വെയർ ദ മേജർ കേസ് ഓഫ് HSRAയുടെ കേസ് എന്ന് പറയുന്നത് അസംബ്ലി ഓഫ് എന്തൊക്കെ ഉണ്ടായതിൽ HSRAയിൽ ഒരുപാട് കാര്യങ്ങൾ. അസംബ്ലി ഓഫ് ബോംബ് കേസ്, അസംബ്ലിയിലുണ്ടായ ബോംബ് കേസ്, ലാഹോർ കോൺസ്പിറസി കേസ്, ചിറ്റഗോങ് കൊള്ളയടിക്കുന്ന കേസ്, കില്ലിംഗ് ഓഫ് ദ പോലീസ് ഓഫീസർ സന്യാസൻ. ലാലാ ലജപത് റായ് മരിക്കാൻ കാരണക്കാരനായ ഈ ഓഫീസറെ കൊന്നു. ഇതൊക്കെയാണ് HSRAയുടെ ലക്ഷ്യങ്ങളെന്ന്, അതിൽ മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്. Who helped to establish the Punjab Naujawan Bharat Sangh Sabha in 1926? ആരാണ് ഫോം ചെയ്തത്? ഭഗത് സിംഗ് ആണ് ഫോം ചെയ്തത്. Who led the Chittagong Armory raid?
ചിറ്റകവും ആയുധപ്പുര കൊള്ളയടിച്ചത് ആരുടെ നേതൃത്വത്തിൽ? സൂര്യസേനയുടെ നേതൃത്വത്തിൽ. വാട്ട് വാസ് ദ മോട്ടോ ബിഹൈൻഡ് ദ അസംബ്ലി ബോംബ് കേസ്? എന്താണ് മോട്ടോ? എഗൻസ്റ്റ് പബ്ലിക് സേഫ്റ്റി ബിൽ ആൻഡ് ദ ട്രേഡ് ഡിസ്പ്യൂട്ട് ബിൽ. ഇത് അർത്ഥമാക്കുന്നത് വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തവും, അത് ഒന്നാമത്തെ പോയിന്റ്. 2, വ്യവസായിക തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാനേജ്മെൻറ്റ്, ഏകപക്ഷീയമായി അധികാരങ്ങൾ നൽകുക എന്നുള്ളതൊക്കെയായിരുന്നു ഈ ബില്ലിൻ്റെ ഡിസ്പ്യൂട്ടുകളെന്ന് പറയുന്നത്.